നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ചെറുതുരുത്തിയിൽ കൊച്ചിൻ പാലത്തിന് സമീപം ബസ് സ്റ്റോപ്പിൽ മരിച്ച നിലയിൽ കണ്ട തമിഴ്നാട് സ്വദേശി സെൽവിയെ കൊലപ്പെടുത്തിയതെന്ന് സ്ഥിരീകരണം. ഭർത്താവ് തമിഴരസ് മദ്യലഹരിയിൽ കൊലപ്പെടുത്തിയത് എന്ന് സ്ഥിരീകരിച്ചു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കൊലപാതകമാണെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് പോലീസ് വിശദമായി അന്വേഷണം നടത്തിയത്. ഇതിനെ തുടർന്നാണ് ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. വടക്കാഞ്ചേരി പോലീസ് CI റിജിൻ M തോമസിന്റെ നേതൃത്വത്തിൽ പ്രതിയുമായി എത്തി തെളിവെടുപ്പ് നടത്തി. തൃശൂരിൽ നിന്നും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചെറുതുരുത്തി SI നിഖിൽ ARന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും തൃശൂരിൽ നിന്നുള്ള വിരലടയാളം വിദഗ്ധൻ KP ബാലകൃഷ്ണൻ, ഫോറൻസിക് വിഭാഗം ഡോക്ടർ ലക്ഷ്മി K രാധാകൃഷ്ണൻ എന്നിവരും സ്ഥലത്തെത്തി. വർഷങ്ങളായി ചെറുതുരുത്തി ഭാഗത്ത് ഭിക്ഷാടനവും ആക്രിസാധനങ്ങൾ പെറുക്കിവിറ്റ് ജീവിക്കുന്ന സ്ത്രീയാണ് സെൽവി. തമിഴ്നാട്ടിലെ സേലത്ത് നിന്നാണ് ഇവിടെ എത്തിയത് എന്നാണ് ആളുകൾ പറയുന്നത്. എന്നാൽ ഇവരുടെയൊപ്പമുള്ള ഒരാൾ വൈകുന്നേരങ്ങളിൽ സെൽവിയുമായി വഴക്കുണ്ടാക്കാറുണ്ടെന്നും നാട്ടുകാർ കണ്ടതായി പോലീസ് പറയുന്നു. ഉടൻ തന്നെ മറ്റു നടപടികൾ പൂർത്തീകരിച്ച് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. CCTV ന്യൂസ് തളി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് CPM തടസ്സം നിൽക്കുകയാണെന്ന ആരോപണവുമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും UDF അംഗങ്ങളും രംഗത്ത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് CPM ഉന്നയിക്കുന്നതെന്നും ഇവർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെ അവഗണിക്കുന്നു എന്ന ആക്ഷേപവുമായി കഴിഞ്ഞ ദിവസമാണ് CPM രംഗത്തെത്തിയത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ലെന്ന ആക്ഷേപവും ഉണ്ടായിരുന്നു. ഇതിന് മറുപടിയായാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠനും വൈസ് പ്രസിഡന്റ് KA റഷീദും മറ്റു UDF അംഗങ്ങളും മറുപടിയുമായി രംഗത്തെത്തിയത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്നത് CPM ആണെന്ന് ഇവർ ആരോപിച്ചു. പല പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായ നിലപാടല്ല ഗ്രാമപഞ്ചായത്തുകൾ സ്വീകരിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിൽ യാതൊരുവിധ പദ്ധതികളും നടപ്പാക്കുന്നില്ലെന്ന ആക്ഷേപം അടിസ്ഥാനരഹിതമാണെന്നും ഇവർ വ്യക്തമാക്കി. ഞങ്ങൾ വികസന കാര്യങ്ങളിൽ എല്ലാ പഞ്ചായത്തിനും ഒരേപോലെ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് ഒരേപോലെ പദ്ധതി വിഹിതമാണ് നൽകിയിട്ടുള്ളത്. അത് കഴിഞ്ഞ പ്രാവശ്യം എല്ലാ പഞ്ചായത്തിനും 12-13 ലക്ഷം കൊടുത്തപ്പോൾ നമ്മൾ വിളയൂർ പഞ്ചായത്തിന് 36 ലക്ഷം രൂപയോളം നമ്മൾ ലൈഫ് പദ്ധതിയിലേക്ക് വിഹിതം വെച്ച് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കർഷകർക്ക് ഉഴവുകൂലി എല്ലാ പഞ്ചായത്തിനും ഒരുപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ പ്രാവശ്യം ഉഴവുകൂലി ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ 9 ലക്ഷം കൊടുത്തത് അവരുടെ അശ്രദ്ധ മൂലം അത് പാഴാവുകയാണ് ഉണ്ടായത്. അപ്പോൾ കർഷകർക്ക് അത് കിട്ടിയിട്ടില്ല എന്നന്ന് കർഷക യോഗം വിളിച്ചപ്പോൾ കർഷകരത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സംഭവിച്ചത് അതാണ്. അല്ലാതെ ബ്ലോക്ക് പഞ്ചായത്ത് ഒരു പഞ്ചായത്തുകളെ അവഹേളിച്ചിട്ടില്ല. എല്ലാ പഞ്ചായത്തിനും തുല്യമായി കൊണ്ട് തന്നെ കണ്ടുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന പല വികസന പ്രവർത്തനങ്ങളോടും അസഹിഷ്ണുതയാണ് CPMനുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കള്ളപ്രചരണങ്ങൾ നടത്തുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ ഫണ്ട് നൽകിയത് CPM ഭരിക്കുന്ന വിളയൂർ പഞ്ചായത്തിനാണെന്നും ഇവർ വ്യക്തമാക്കി. കർഷകർക്ക് ഒഴിവുകൂലിയിലെ ബ്ലോക്ക് വിഹിതം കൃത്യമായി നൽകിയപ്പോൾ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് വിഹിതമായ 9 ലക്ഷത്തോളം രൂപ കർഷകർക്ക് കൃത്യമായി നൽകാതെ നഷ്ടപ്പെടുത്തിയെന്നും ഇവർ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന കർഷക സഭയിൽ ഇത് മറച്ചുവെക്കാനാണ് CPM അംഗങ്ങൾ ശ്രമിച്ചതെന്നും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ കുറ്റപ്പെടുത്തി. യാതൊരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല എന്നുള്ളതാണ്. പഞ്ചായത്ത് പ്രസിഡന്റുമാർ ആ സമയത്ത് തല താഴ്ത്തിയിരിക്കുകയാണ് ഉണ്ടായത്. കാരണം അവർക്ക് അറിയാം അവരുടെ പഞ്ചായത്തിനും അങ്ങനെ യാതൊരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ല എന്നുള്ളത്. പിന്നെ അവർ പറഞ്ഞ മറ്റൊരു ആരോപണം ലൈഫ് ഭവന പദ്ധതിയിൽ വലിയ വിവേചനം കാണിച്ചു എന്നുള്ളതാണ്. ലൈഫ് ഭവന പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ തുക കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുവദിച്ചത് വിളയൂർ ഗ്രാമപഞ്ചായത്തിനാണ്. 36.2 ലക്ഷം രൂപയാണ് വിളയൂർ ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ചത്. CPM ഭരിക്കുന്ന പഞ്ചായത്തുകൾക്കാണ് പിന്നീട് കൂടുതൽ തുകകൾ അനുവദിച്ചത്. തിരുവേഗപ്പുറക്ക് 8 ലക്ഷവും അതുപോലെ തന്നെ പരുതൂരിന് 9 ലക്ഷവുമാണ്. അതിൽ കൂടുതൽ തുകയാണ് CPM ഭരിക്കുന്ന മറ്റ് പഞ്ചായത്തുകൾക്ക് എല്ലാം അനുവദിച്ചത്. പിന്നെ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് CPM ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനം നൽകുന്നത് ഉൾപ്പെടെയുള്ള പല വികസന പ്രവൃത്തികൾക്കും CPM ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതികൾ എതിർ നിൽക്കുകയാണ്. കള്ളപ്രചരണങ്ങളാണ് പല കാര്യങ്ങളിലും ഇവർ നടത്തുന്നതെന്നും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ കുറ്റപ്പെടുത്തി. പിന്നെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് നമ്മൾ ഒരു സ്കൂട്ടർ നൽകാൻ തീരുമാനിച്ച പദ്ധതിയിൽ
കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നമുക്ക് നൽകിയ ഗുണഭോക്തൃ ലിസ്റ്റിലുള്ള ആളുകളെ കൂടുതലും അർഹത മനസ്സിലാക്കി നമ്മൾ പരിഗണിച്ചപ്പോൾ അതേ ആളുകളെ തെരഞ്ഞെടുത്ത് അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നിങ്ങൾ പട്ടാമ്പി ബ്ലോക്കിന്റെ മുച്ചക്ര വാഹനം വാങ്ങണ്ട എന്ന് ഈ ഗുണഭോക്താക്കളെ സമ്മർദ്ദം ചെലുത്തി പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അത് കാരണം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുച്ചക്ര വാഹനം ഏകദേശം 16ഓളം ആളുകൾക്ക് നൽകേണ്ട മുച്ചക്ര വാഹനം എന്ന് പറയുന്ന പ്രൊജക്ട് നമുക്ക് പൂർണ്ണമായി കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കാൻ കഴിയാതെ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. CPM ഭിന്നശേഷിക്കാരോട് പോലും വലിയ ക്രൂരതയാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, വൈസ് പ്രസിഡന്റ് KA റഷീദ്, സ്ഥിരസമിതി അധ്യക്ഷൻ PP ഉണ്ണികൃഷ്ണൻ, സജിത വിനോദ്, ഷെഫീന ഷുക്കൂർ, PTM ഫിറോസ് എന്നിവരും പങ്കെടുത്തു. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റാഗിങ്ങിനെ തുടർന്ന് 10ാം ക്ലാസ്സുകാരന് മർദ്ദനം. 6ഓളം +1 വിദ്യാർത്ഥികൾ ചേർന്നാണ് വരവൂർ സ്വദേശിയായ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെയും സുഹൃത്തിനെയും റാഗ് ചെയ്തത്. ക്രൂരമായി മർദ്ദനമേറ്റ വിദ്യാർത്ഥിക്ക് കഴുത്തിനു പുറകിൽ സാരമായി പരിക്കേറ്റു. ജൂലൈ 1-ാം തീയതിയാണ് സംഭവം നടന്നത്. ചെറുതുരുത്തി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് +1 വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. കഴുത്തിന് പിൻഭാഗത്തെ എല്ലിന് സാരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ അധ്യാപകർ ചേർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുമായിരുന്നു. വിദ്യാർത്ഥിയുടെ കഴുത്തിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. സംഭവത്തിൽ പരാതിപ്പെട്ടിട്ടും സ്കൂൾ അധികൃതർ യാതൊരു നടപടിയും എടുത്തില്ലെന്നും പകരം മർദ്ദനമേറ്റ വിദ്യാർത്ഥികളോട് നിർബന്ധപൂർവ്വം TC വാങ്ങിപ്പോകുവാൻ സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടതായും വിദ്യാർത്ഥിയും രക്ഷിതാവും പറയുന്നു. ഞാൻ എൻ്റെ ചുണ്ടുമേ അടിച്ചുകൂടെ പാടാക്കിയപ്പോൾ HM കൊണ്ടാ കാണിച്ചു കൊടുത്തപ്പോൾ HM ആമല് പറഞ്ഞ ചെക്കനോട് മാത്രം ക്ലാസ് കയറിയിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് വിളിച്ചില്ല. എന്നോട് പറഞ്ഞു ഇനി വരണ്ട, വീട്ടിലിരുന്നോളാൻ പറഞ്ഞു. എന്നിട്ട് അവർക്ക് ഒന്നും കൊടുക്കാത്ത കാരണം അവർ വൈകുന്നേരം ആകുമ്പോൾ സ്കൂൾ ഉച്ചയ്ക്കാണ് ചുണ്ടുമടിച്ച് ചോരയെത്തി. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ബസ് കയറാൻ നിൽക്കുമ്പോൾ അവിടെ ഇട്ടിട്ട് എല്ലാവരും കൂടിയിട്ട് അടിച്ചു. എന്നിട്ടും സ്കൂളുകാർ ഒന്നും ചെയ്തില്ല. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് നിരന്തരം മർദ്ദിക്കുന്നുണ്ട്. ഇതിനെതിരെ പരാതി പറഞ്ഞാൽ വീണ്ടും ക്രൂരമായി മർദ്ദിക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ വധഭീഷണി മുഴക്കുകയുൾപ്പെടെ ചെയ്യാറുണ്ടെന്നും മർദ്ദനമേറ്റ വിദ്യാർത്ഥി പറഞ്ഞു. എന്നാൽ നിരന്തരം സ്കൂളിലെ പ്രശ്നക്കാരാണ് ഈ 2 വിദ്യാർത്ഥികളെന്നും വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും പുറത്താക്കിയിട്ടില്ലെന്നും സ്കൂൾ HM ആൻസി എമ്മ മാത്യു പറഞ്ഞു. സ്കൂളിൽ കുട്ടികൾ പലപ്പോഴും തമാശയ്ക്കും എല്ലായിട്ടും ഇങ്ങനെ അടിപിടിയൊക്കെ കൂടാറുണ്ട്. പക്ഷേ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് വരുമ്പം അതിൽ 2 കുട്ടികൾ റിപ്പീറ്റ് ചെയ്ത് പല തവണ ഒരേ കേസുകളിൽ നമ്മൾ കാണാറുണ്ട്. അങ്ങനെയാകുമ്പോൾ രക്ഷിതാക്കളെ വിളിച്ച് നമ്മൾ പല പ്രാവശ്യം 2 വർഷമായിട്ട് നടക്കുന്ന പല ഇഷ്യൂസിലും ഇവർ ഉൾപ്പെടുന്നത് 2 കുട്ടികൾ. അപ്പോൾ പേരൻസിനെ എപ്പോഴും വിളിപ്പിക്കും. അവർ വന്നിട്ട് ഇനി ഒരു ഇഷ്യൂ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ച് പോകാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ ആ മോൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വേറൊരു ചെറിയ സ്കൂളിലേക്ക് മാറ്റുന്നത് നന്നാവില്ലേ അമ്മ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ അതിന് വില്ലിങ്ങായി. ഞങ്ങൾ അത് റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പം TC വാങ്ങി വേറെ സ്കൂളിൽ ചേർത്തുകൊള്ളാം എന്നൊക്കെയാണ് പറഞ്ഞു പോയത്. പക്ഷേ ഇതുവരെയും അവർ അങ്ങനെ ഒരു ഉദ്യമത്തിന് തുനിഞ്ഞില്ല. CCTV ന്യൂസ് തളി. തൃത്താല റേഞ്ച് പരിധിയിൽ നടത്തിയ വിവിധ പരിശോധനകളിൽ വാഷ്, കഞ്ചാവ്, മദ്യം എന്നിവ കണ്ടെടുത്തു. അഖിലാണം പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ചാരായം വാറ്റാൻ പാകപ്പെടുത്തിയ 72 ലിറ്റർ വാഷും പെരിങ്ങോട് സ്വദേശി താഴത്തേപുരിക്കൽ വീട്ടിൽ ബാലചന്ദ്രൻ KL 52T 288-1 എന്ന ഇരുചക്രവാഹനത്തിൽ കടത്തിക്കൊണ്ടുവന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും കണ്ടെടുത്തു. കൂടല്ലൂർ സ്വദേശി പുളിക്കപ്പള്ളായിൽ വീട്ടിൽ സലീം മാലിക്കിന്റെ കൈവശത്തു നിന്നും മലമക്കാവ് താലപ്പൊലി കുന്നിൽ നിന്നും കഞ്ചാവ് പിടികൂടി. തൃത്താല എക്സൈസ് ഇൻസ്പെക്ടർ സജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുരേഷ്, AE ഗ്രേഡ്മാരായ ഷംനാഥ്, മനോഹരൻ, പ്രിവന്റീവ് ഓഫീസർ മഹേഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അരുൺ, നിഖിൽ, അനുരാജ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00,
89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. തൃത്താല മണ്ഡലത്തിലെ പള്ളിപ്പുറം സുശീലപ്പടി റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന് നടപടികളാകുന്നു. പദ്ധതിക്ക് റെയിൽവേ അനുമതി ലഭിച്ചതോടെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ സ്ഥല പരിശോധന നടത്തി. സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന. തൃത്താല മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പരുതൂർ പഞ്ചായത്തിലെ സുശീലപ്പടിയിലാണ് റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിനുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. കിഫ്ബിയിലൂടെ 32.91 കോടി രൂപ ചെലവഴിച്ചാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത്. 2021 സെപ്റ്റംബറിലാണ് മേൽപ്പാല നിർമ്മാണത്തിന് സർക്കാർ ഉത്തരവാകുന്നത്. ഇതിന്റെ തുടർ നടപടികൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. മേൽപ്പാല നിർമ്മാണ ഏജൻസിയായ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം പദ്ധതി പ്രദേശം സന്ദർശിച്ചു. ദിവസങ്ങൾക്ക് മുമ്പാണ് റെയിൽവേയുടെ അനുമതി പദ്ധതിക്കായി ലഭിച്ചത്. ഇതേ തുടർന്നാണ് പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കൽ നടപടികളുടെ ഭാഗമായി ഉദ്യോഗസ്ഥരുടെ സന്ദർശനമുണ്ടായത്. ഭൂമി ഏറ്റെടുക്കേണ്ട സ്ഥല ഉടമകളുടെ വിവരശേഖരണവും ഉദ്യോഗസ്ഥർ നടത്തി. പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 23 പേരിൽ നിന്നുമാണ് 2.5 ഏക്കറോളം ഭൂമി ഏറ്റെടുക്കേണ്ടി വരിക. ഇവരുടെ വിവരശേഖരണം പൂർത്തിയായതിനു ശേഷം മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചു ചേർക്കുവാനാണ് തീരുമാനമെന്ന് RBDCക്ക് ഡെപ്യൂട്ടി കളക്ടർ സാബു കെ ഐസക് സൂചിപ്പിച്ചു. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു യോഗം വിളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നോട് വന്നിട്ടുള്ളത്. നമ്മളതിൻ്റെ വിവരങ്ങളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സൗകര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ കൺവീനിയൻസ് അനുസരിച്ച് അവിടെ യോഗം വിളിക്കും. ബന്ധപ്പെട്ട ആളുകളെല്ലാം വിളിച്ചു കൂട്ടി യോഗം വിളിക്കുകയും അതിനുശേഷം നമ്മൾ കല്ലിടുന്ന നടപടിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് ഉദ്ദേശം. കാരണം അക്വിസിഷൻ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞിട്ട് പിന്നെ ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏകദേശം ഒരു 18 മാസമാണ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന സമയം. 414 മീറ്റർ അപ്രോച്ച് റോഡാണ് പാലത്തിനായി വേണ്ടിവരിക. 4.5 മീറ്റർ വീതിയിൽ സർവീസ് റോഡും ഉണ്ടാകും. ഏറ്റെടുക്കേണ്ട സ്ഥലം മാർക്ക് ചെയ്ത് കുറ്റിയടിക്കും. തുടർന്ന് ടെൻഡർ നടപടിയിലേക്ക് കടക്കാനാണ് തീരുമാനം. പരമാവധി വേഗത്തിൽ പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമെന്ന് പ്രൊജക്ട് എഞ്ചിനീയർ ഗീവർഗീസ് ബെന്നിയും സൂചിപ്പിച്ചു. പരുതൂർ നിവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് സുശീലപ്പടിയിൽ റെയിൽവേ മേൽപ്പാലം വേണമെന്നത്. ഇതിനാണ് ഇപ്പോൾ പരിഹാരമാകുന്നത്. RBDCക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ KP മധു, പ്രൊജക്ട് എഞ്ചിനീയർ ഗീവർഗീസ് ബെന്നി, മന്ത്രി MB രാജേഷിനെ പ്രതിനിധി VP സുബ്രഹ്മണ്യൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ, CPI ലോക്കൽ സെക്രട്ടറിമാരായ KC അലി ഇക്ബാൽ, PK ചെല്ലിക്കുട്ടി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ EP ശിവശങ്കരൻ, T ശാന്തകുമാരി, P ശ്രീനിവാസൻ, MP ഉമ്മർ, MP ഹസൻ തുടങ്ങിയവരും ഉദ്യോഗസ്ഥ സംഘത്തോടൊപ്പം സ്ഥലത്തെത്തിയിരുന്നു. ചാലിശ്ശേരിയിൽ അപകടാവസ്ഥയിലുള്ള ജീർണിച്ച കെട്ടിടം പൊളിച്ചു മാറ്റിയില്ല. കുട്ടികളോട് അംഗൻവാടിയിലേക്ക് വരല്ലേ എന്ന് അപേക്ഷിക്കുന്ന അംഗൻവാടി അധ്യാപിക രമ ടീച്ചറുടെ ശബ്ദ സന്ദേശം പുറത്ത്. പെരുമണ്ണൂർ GLP സ്കൂളിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പഴയ അങ്കണവാടി കെട്ടിടമാണ് പിഞ്ചുകുട്ടികൾക്ക് അപകട ഭീഷണിയായി നിലകൊള്ളുന്നത്. ഏതു നിമിഷവും നിലം പൊത്താറായ ഈ കെട്ടിടത്തിനരികിലൂടെ വേണം കുട്ടികൾ തങ്ങളുടെ പുതിയ അങ്കണവാടി കെട്ടിടത്തിലേക്ക് എത്താൻ. കെട്ടിടം പൊളിക്കാൻ നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും ബന്ധപ്പെട്ട അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 8 വർഷത്തിലധികമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര ചിതൽ വന്നും മറ്റും ദ്രവിച്ച നിലയിലായിരുന്നു. കെട്ടിടത്തോട് ചേർന്നുള്ള മതിൽക്കെട്ടും തകർന്നു വീണിട്ടുണ്ട്. പഴയ കെട്ടിടത്തിനടുത്ത് തന്നെ പുതിയ കെട്ടിടം പണിത് കുട്ടികളെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിലും കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ ഇപ്പോഴും കുട്ടികൾക്ക് ഭീഷണിയാണ്. കെട്ടിടം ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായിരിക്കുകയാണ്. ഇളകിക്കിടക്കുന്ന ഓടുകൾ പലപ്പോഴായി നിലം പതിക്കുന്നതും പതിവാണ്. ഇതോടെയാണ് അങ്കണവാടി അധ്യാപിക രമാദേവി ടീച്ചർ രക്ഷിതാക്കൾ ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ കുട്ടികളെ അയക്കല്ലേ എന്ന ശബ്ദ സന്ദേശം അയച്ചത്. ഹലോ, എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നമ്മുടെ അംഗൻവാടി ഏത് നിമിഷം വീഴാൻ ജനങ്ങൾ കുട്ടികളെ പറഞ്ഞയക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ കുട്ടികളോട് വരണ്ടാന്ന് പറയുക. കാരണം 2 തൂണും ചെരിഞ്ഞ് ഏത് നിമിഷം വീഴാന്നുള്ളൊരു സാഹചര്യത്തിലാണ്. നമ്മൾ കുറേ പ്രാവശ്യമായി പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുന്നു. ഇതുവരെ ഒരു മറുപടി ഉണ്ടായിട്ടില്ല. 2 മുതൽ 4 വരെ ഉള്ള കുട്ടികളാണ് നമ്മുടെ അംഗൻവാടിയിൽ ഉള്ളത് തന്നെ. സത്യത്തിൽ പറഞ്ഞാൽ എനിക്കും പേടിയാണ്. കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ അതാകെ വിഷയമാവും. അപ്പോൾ എന്തെങ്കിലും ഒന്ന് അതിന് വേണ്ടപ്പെട്ട നടപടി പഞ്ചായത്തുമായിട്ട് ചെയ്യണം എല്ലാവരും എന്നുള്ള അപേക്ഷയാണ്. ഇന്ന് മുതൽ ഞാൻ കുട്ടികളോട് വരണ്ടാന്ന് പറയുകയാണ്. കാരണം അത്രയും അപകടാവസ്ഥയാണ് അത്. പഞ്ചായത്തിൽ നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട്. ശബ്ദ സന്ദേശം പുറത്തു വന്നതോടെ പ്രദേശത്തെ CPM പ്രവർത്തകർ എത്തി കെട്ടിടത്തിന്റെ അപകടാവസ്ഥയിലുള്ള ഭാഗങ്ങൾ പൊളിച്ചുമാറ്റി. സംഭവം അറിഞ്ഞ ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ,
എ.ഇ. ജിഷ, വാർഡംഗം ഉസൈൻ പുളിയഞ്ഞാലിൽ എന്നിവരും സ്ഥലത്ത് സന്ദർശനം നടത്തി. CCTV ന്യൂസ് തൃത്താല. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് മോഷണ വിവരം അറിയുന്നത്. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് മോഷണം. ചൊവ്വാഴ്ച രാവിലെ ക്ഷേത്രം തുറക്കാനെത്തിയ ജീവനക്കാരാണ് മോഷണം നടന്ന വിവരം ആദ്യം കാണുന്നത്. പുറത്തെ ഭണ്ഡാരങ്ങളും അകത്തെ 2 ഭണ്ഡാരങ്ങളും കുത്തിത്തുറന്ന് പണം അപഹരിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ ഓടുകൾ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയിട്ടുള്ളത്. എത്ര പണം മോഷണം പോയി എന്നത് കൃത്യമല്ല. ക്ഷേത്ര അധികൃതരുടെ പരാതിയെ തുടർന്ന് പട്ടാമ്പി പോലീസ് കേസെടുത്തു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും ആരംഭിച്ചു. ആഴ്ചകൾക്ക് മുമ്പാണ് മരുതൂരിൽ വീട് കുത്തിത്തുറന്ന് 38 പവനോളം സ്വർണ്ണാഭരണവും പണവും അപഹരിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഓങ്ങല്ലൂർ ക്ഷേത്രം കേന്ദ്രീകരിച്ചും മോഷണം നടന്നിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ഓഫീസ് റൂം ഉൾപ്പെടെയുള്ളവ കുത്തിപ്പൊളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നടന്നിട്ടില്ല. ക്ഷേത്രത്തിനകത്താണ് മോഷ്ടാക്കൾ കയറിയിട്ടുള്ളത്. 5:30 മണിക്ക് കഴകക്കാരൻ വാരിട്ട് വന്നപ്പോഴാണ് വിളിച്ച് പറഞ്ഞത്. ഞാനത് കണക്കാക്കിയിട്ട് അപ്പോൾ 6 മണിയാകുമ്പോൾ വന്നു. അപ്പോൾ അകത്തെ 2 ഭണ്ഡാരം കുത്തിപ്പൊളിച്ചതും പുറത്ത് 2 ഭണ്ഡാരം കുത്തിപ്പൊളിച്ചതായിട്ട് കണ്ടു. ഞാനും ക്ലർക്കും പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ അത് റിപ്പോർട്ട് ചെയ്തു. അവർ പ്രാരംഭ നടപടി എന്ന നിലയ്ക്ക് 2 ആൾ വന്ന് അന്വേഷിച്ച് പോവുകയും ചെയ്തു. ഇതോടെ നെളിയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.